Hi students, today we are going to discuss about different important types of corrosion. അതിൽ വരുന്ന ഒന്നാമത്തെ ഒരു corrosion ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനൊക്കെ ചോദിച്ച് കാണുന്ന corrosion ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്, മീൻസ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൽ വരുന്ന ഗാൽവാനിക് കൊറോഷൻ. എന്താണ് ഗാൽവാനിക് കൊറോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ തന്നെയാണ് ഈ ഗാൽവാനിക് കൊറോഷൻ. ടു ഡിസിമിലർ മെറ്റൽസ് ജോയിൻ ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് വിൽ ബി ആൻ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. മെറ്റൽ വിത്ത് ഹൈ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ടും അനദർ വൺ വിൽ ആക്ട് ആസ് എ കാത്തോഡ്. അപ്പോൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ അവിടെ രൂപപ്പെടുകയാണ്. എന്നിട്ട് അപ്പോൾ ഹൈ ഇലക്ട്രോ നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ളത് എന്തായിട്ടും ആനോഡായിട്ടും അതായത് കാത്തോഡായിട്ട്. അപ്പോൾ ഹൈ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആനോഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആനോഡ് ഏരിയയിലാണ് എന്ത് സംഭവിക്കുക? ഇലക്ട്രോൺ റിലീസ് ചെയ്യാൻ നമുക്കറിയാം. ആനോഡ് ഏരിയയിൽ ഇലക്ട്രോൺ റിലീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെയാണ് കൊറോഷൻ കൂടുതൽ നടക്കുക. അപ്പോൾ രണ്ട് മെറ്റലിൻ്റെ കേസ് വെച്ചിട്ട് നമ്മൾ അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്. സിങ്കും അയേണും വരുമ്പോൾ zinc will have more negative electrode potential, so that will act as a anode. So സിങ്കിൻ്റെ കേസിലായിരിക്കും അവിടെ എന്ത് സംഭവിക്കാം? കൊറോഷൻ നടക്കുക. ഇനി ഇവിടെ അയേണും കോപ്പറും വരുമ്പോൾ എന്താണ്? അയേണ് എന്തായിട്ട് ആനോഡായിട്ട് മാറും. അപ്പോൾ അയേണിലായിരിക്കും ഓക്സിഡേഷൻ നടക്കുക. ഇനി ഈ ഗാൽവാനിക് കൊറോഷൻ കപ്ലിംഗ് ഓഫ് മെറ്റൽ വെരി ക്ലോസ് ഇൻ EMF സീരീസ്, അതായത് ഭയങ്കര ഇലക്ട്രോണിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാത്ത തമ്മിലുള്ള മെറ്റൽസ് തമ്മിൽ യോജിപ്പിക്കുന്നതായിരിക്കും ഗാൽവാനിക് കൊറോഷൻ കുറക്കാൻ സഹായിക്കുക. ആൻഡ് ഓൾസോ ഇൻസുലേറ്റ് ചെയ്യുക, ഏതെങ്കിലും മെറ്റൽ പ്രൊവൈഡ് വെച്ചിട്ട് ഏരിയ ആനോഡിക് ഏരിയ കുറക്കുക, എന്നുവെച്ചാൽ കാഥോഡിൻ്റെ ഏരിയ കുറക്കുക, ആനോഡിൻ്റെ ഏരിയ കൂട്ടുക. അതെന്തുകൊണ്ടാണെന്നുള്ളത് പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ദ കോൺസെൻട്രേഷൻ സെൽ കൊറോഷൻ. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. കോൺസെൻട്രേഷൻ സെൽ കൊറോഷൻ ഓർ ഡിഫറൻഷ്യൽ ഏരിയേഷൻ കൊറോഷൻ. എന്താണിത്? ഇതെന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ കൊറോഷനാണ്. അതെന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ എ മെറ്റൽ പാർഷ്യലി ഡിപ്ഡ് ഇൻ എ സൊല്യൂഷൻ, മെറ്റൽസ് പാർഷ്യലി കവേർഡ് വിത്ത് ഡസ്റ്റ്, സാൻഡ്, വാട്ടർ ഡ്രോപ്സ് എക്സെട്ര, ഇങ്ങനെയുള്ള കേസിലാണ് എന്ത് പറയുന്നത്? കോൺസെൻട്രേഷൻ സെൽ കൊറോഷൻ നടക്കുന്നത്. ലെസ് ഏരിയേറ്റഡ് പാർട്ട് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡും. മോർ ഏരിയേറ്റഡ് പാർട്ട് കാഥോഡുമായിട്ട് ആക്ട് ചെയ്തിച്ച് അവിടെയുള്ള ഓൾറെഡി ഡസ്റ്റ് പാർട്ടിക്കിളെല്ലാം ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആഡ് ചെയ്ത് ബിഹേവ് ചെയ്തിച്ച് ഒരു കോൺസെൻട്രേഷൻ ഒരു സെല്ല് പ്രൊവൈഡ് ചെയ്യും, ഇലക്ട്രോ കെമിക്കൽ സെല്ല് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ആനോഡ് പാർട്ട് കൂടുതൽ കൊറോഷൻ നടക്കും, കാഥോഡ് പാർട്ട് കൊറോഷൻ കുറവായിരിക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? കോൺസെൻട്രേഷൻ സെൽ കൊറോഷൻ എന്ന് പറയുന്നത്. നമുക്കൊന്നും കൂടെ നോക്കാം. ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രോ കെമിക്കൽ അറ്റാക്ക് ഓൺ ദ മെറ്റൽ സർഫസ് ആണ്. ഡ്യൂ ടു എന്താണ്? അതിൽ ചില ഇത് കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നത് കൊണ്ട്. ഇറ്റ് ഓക്കേഴ്സ് വെൻ വൺ പാർട്ട് ഓഫ് മെറ്റൽ ഇസ് എക്സ്പോസ്ഡ് ടു ഡിഫറെൻറ്റ് എയർ കോൺസെൻട്രേഷൻ ഫ്രം അതർ പാർട്ട്. ആ ഏരിയേഷൻ, അതായത് എയർ കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ് കൊണ്ട് അതാണ് കോൺസെൻട്രേഷൻ സെൽ എന്ന് പറയുന്നത്. ദിസ് കോസ് എ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ബിറ്റ്വീൻ ഡിഫറെൻ്റ്ലി ഏരിയേറ്റഡ് ഏരിയ. അപ്പോൾ എയറിൻ്റെ പ്രസൻസ് ചിലതിൽ കുറയും ചിലതിൽ കൂടുകയും ചെയ്യുമ്പോൾ അവിടെ എന്താ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആനോഡ് കാഥോഡ് വെച്ച് മാറിയിട്ട് അവിടെ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. പുവർ ഓക്സിജനേറ്റഡ് പാർട്ടാണ് എപ്പോഴും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് മെറ്റൽ ഇമേഴ്സ്ഡ് ഇൻ എ വാട്ടർ or in a conducting liquid is called waterline corrosion. The metal part partially buried in soil. ഇതൊക്കെയാണ് എന്തിന്? കോൺസെൻട്രേഷൻ സെല്ലിന് ഉദാഹരണം. If a metal is partially immersed in a conducting solution, the metal part above the solution is more aerated and becomes cathodic. The metal part inside the solution is less aerated and that becomes anode and suffers the corrosion. Okay, അതാണ് കോൺസെൻട്രേഷൻ സെൽ കൊറോഷൻ. കോൺസെൻട്രേഷൻ സെൽ കൊറോഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ പറയുന്നത്. അവിടെ ഇതിപ്പോൾ പറയുന്നത് സിങ്ക് മെറ്റലിൻ്റെ കേസിലാണ്. അപ്പോൾ സിങ്ക് മെറ്റൽ ഒരു സിങ്ക് ക്ലോറൈഡ് സൊല്യൂഷൻ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പം മെറ്റലിൽ എന്ത് സംഭവിക്കും? മെറ്റൽ 2+ സിങ്ക് എന്തായിട്ട് മാറും? Zn 2+ ഇലക്ട്രോൺ ആയിട്ട് മാറും. പിന്നെ എന്താണ്? കാത്തോഡിൽ വാട്ടർ ഓക്സിജൻ റിയാക്ഷൻ 2OH- ഉണ്ടാവും. അതായത് ഇവിടെ കൂടുതൽ ഓക്സിജനേറ്റഡ് ഏരിയ സംഭവിക്കുന്നത് ഈ ഒരു റിയാക്ഷനാണ്. ഇതാണ് കോൺസെൻട്രേഷൻ സെൽ കൊറോഷൻ എന്ന് പറയുന്നത്.
അതിന് ഉദാഹരണമാണ് ദിസ് ടൈപ്പ് ഓഫ് കൊറോഷൻ ഉദാഹരണമാണ് pitting or localized corrosion, crevice corrosion, pipeline corrosion, corrosion on wire tensile ഇതൊക്കെ കോൺസെൻട്രേഷൻ സെല്ലിന് ഉദാഹരണമാണ്. ഇനി അതിൽ തന്നെ വരുന്ന വേറൊരു എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള കൊറോഷനാണ് പിറ്റിംഗ് കൊറോഷൻ. എന്താണ് പിറ്റിംഗ് കൊറോഷൻ? ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഒരു പിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഇതാണ് കൊറോഷൻ. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് രൂപപ്പെടുന്നതെന്നാണ്. പിറ്റിംഗ് ഈസ് ലോക്കലൈസ്ഡ് അറ്റാക്ക് which result in the formation of hole around which metal is relatively unattacked. The mechanism of this corrosion involves setting up of differential aeration or concentration. Pitting corrosion il sambhavikkunnathu idu thaneyanu. avade oru pitting form cheyum. പിന്നെ എന്താണ് അവിടെ ഏരിയേഷൻ ഡിഫറൻസ്, അതായത് പിന്നെ മെറ്റൽ എക്സ്പോസ് എയറിൽ എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ പിന്നെ ഡിഫറൻസ് വരും. അവിടെ ഒരു കുഴി ഉണ്ടാകുമ്പോൾ ഓക്കെ എല്ലാ പാട്ടും ഒരേപോലെ ആയിരിക്കില്ല, എയറിൽ എക്സ്പോസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. മെറ്റൽ ഏരിയ കവേർഡ് ബൈ എ ഡ്രോപ്പ് ഓഫ് വാട്ടർ, ഡസ്റ്റ്, സാൻഡ് എക്സെട്ര, ദ ഏരിയേഷൻ ഓർ കോൺസെൻട്രേഷൻ സെൽ. Pitting corrosion is explained by considering a drop of water on a metal surface. Pitting corrosion is explained by considering a drop of water on the area covered by the drop of salt solution as less oxygenated and act as a anode. അപ്പോൾ പിറ്റ് ഉണ്ടാവും നമുക്കറിയാം. അവിടെ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ ഉണ്ടാവും, ആ പിറ്റിൻ്റെ ഉള്ളിലേക്കായിരിക്കും പോവല്ലേ. അപ്പോൾ ആ ഡ്യൂ ടു ദാറ്റ് പിറ്റിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ടാകുമ്പോഴെന്താണ് അവിടെ ലെസ് പിന്നെ എയർ കോണ്ടാക്ട് ആയിരിക്കും. അപ്പം ദാറ്റ് വിൽ ആക്ട് ആസ് എ ആനോഡ്. അപ്പോൾ അവിടെ ആ പിറ്റിലായിരിക്കും എന്ത് സംഭവിക്കുക, കൂടുതലും കൊറോഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുക. അതാണ് പറഞ്ഞത്. ദിസ് ഏരിയ സഫേഴ്സ് കൊറോഷൻ. ദസ് അൺകവേർഡ് ഏരിയ ആക്ട് ആസ് എ കാത്തോഡ് ഡ്യൂ ടു high oxygen content. And it has found that the rate of corrosion will be more when the area of cathode is larger and the area of anode is smaller. Hence there is more material around the small anodic area, result in the formation of hole or pit. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു മെറ്റാലിക് സർഫസിൽ ഒരു വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ടാവും, അവിടെ എങ്ങനെ പിറ്റ് രൂപപ്പെടുന്നത് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ പറയാം. അതായത് പിന്നെ ഒരു മെറ്റാലിക് സർഫസിൽ വാട്ടർ എപ്പോഴും ഒരു സ്ഥലത്ത് തന്നെ എന്ത് സംഭവിക്കുക, വാട്ടർ കോണ്ടാക്ട് വരിക. വാട്ടർ കോണ്ടാക്ട് വരുമ്പോഴെന്താ, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ സൊല്യൂഷൻ്റെ കോണ്ടാക്ട് വരുമ്പോൾ ആ ഏരിയ എപ്പോഴും ഇങ്ങനെ കോണ്ടാക്ട് ഉണ്ടാവുക, ബാക്കി ഏരിയയിൽ കോണ്ടാക്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആ ഒരു ഏരിയ കോണ്ടാക്ട് ഉള്ളിടത്തിൽ എന്താണ് സംഭവിക്കുക, ആനോഡായിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് വിൽ അണ്ടർഗോ കൊറോഷൻ. എന്നിട്ട് പിന്നെ അവിടെ എന്ത് ചെയ്യും, പിറ്റ് ഫോം ചെയ്യും. പിന്നെ അവിടെ ഒരു ഓൾറെഡി ഒരു പിറ്റ് ഫോം ചെയ്താൽ പിന്നെ എന്താണ്, കൊറോഷൻ റേറ്റ് വിൽ ഇൻക്രീസസ്. ദാറ്റ് ഈസ് ദ പിറ്റ് കൊറോഷൻ. പിറ്റ് കൊറോഷനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അയണിൻ്റെ മുകളിൽ ഒരു ഡ്രോപ്പ് ഓഫ് ബ്രൈൻ സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ ഇപ്പം എന്താണ് ആനോഡിൽ എന്താണ് റിയാക്ഷൻ നടക്കുന്നത്, കാത്തോഡിൽ സെയിം മെറ്റൽ തന്നെയാണ്, പക്ഷെ അവിടെ ഒരു ഏരിയേഷൻ്റെ കോൺസെൻട്രേഷൻ, അതായത് എയർ കോൺസെൻട്രേഷൻ്റെ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻ. ഈ ഒരു മെക്കാനിസം ഈസ് കൺഫേംഡ് ബൈ ഫെറോക്സിൽ ഇൻഡിക്കേറ്റർ. ഫിനോഫ്തലിനും പൊട്ടാഷ്യം ഫെറോസൈനൈഡ് ഫെറോക്സിൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. കാത്തോഡിൽ OH- ഉണ്ടാകുമ്പം ദിസ് ഏരിയ ഇൻവേർട്സ് പിങ്ക് കളർ വിത്ത് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്റർ. നമുക്കറിയാം കാത്തോഡിലെ റിയാക്ഷൻ ഉണ്ടാകും, ഇവിടെ OH- ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിനോഫ്തലിൻ ഇത് അപ്ലൈ ചെയ്തപ്പം ദാറ്റ് വിൽ എന്തായിട്ട് മാറി, പിങ്ക് കളർ പെയർ ചെയ്ത്. At the anode, ion is oxidized to Fe2+, which combines with ferricyanide and shows blue color. ഈ ഒരു ഏരിയയിൽ എന്തായിട്ട് കാണും, ബ്ലൂ കളറായിട്ടും കാണും. ദിസ് ഇസ് ദ പിറ്റിംഗ് കൊറോഷൻ. അപ്പം ഒരു ജസ്റ്റ് ബാക്കിയുള്ള കൊറോഷനും നിങ്ങൾ നോക്കുക. ഈ 2 കൊറോഷനാണ്, ഈ 3 കൊറോഷനാണ് മെയിനായിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അത് ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള കൊറോഷനും പഠിക്കുക, ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. താങ്ക് യു.